മരിച്ച വെസ്റ്റ് ഹിൽ സ്വദേശി ഗോപാലൻ എന്ന അദ്ദേഹത്തിൻ്റെ ബന്ധു തന്നെ ചേരുന്നുണ്ട്. പരിഭ്രാന്തരായിരുന്നു, വളരെ ആശങ്കയുടെ ഒരു നിമിഷങ്ങളാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് പുള്ളിയെ പുറത്തേക്ക് ഇറക്കിയത്? വെന്റിലേറ്ററിലായിരുന്നല്ലോ. അതെ ഇന്നലെ ഏതാണ്ട് 7:40-45 കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ഉണ്ടായിരുന്നത്. ഈ നമ്മുടെ ഗോപാലൻ എന്ന് പറയുന്ന എൻ്റെ മാമനാണ്. അവർ ഈ പറഞ്ഞ വെന്റിലേറ്റർ സഹായത്തോടു കൂടിയിട്ടാണ് ഇന്നലെ ജീവൻ തിരിച്ചു ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു UPSൻ്റെ റൂമിൽ നിന്നും പുക പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് അവിടെയുള്ള ആളുകളെല്ലാം, നഴ്സുകളും എല്ലാം പരിഭ്രാന്തരായി പുറത്തേക്ക് എല്ലാവരെയും മാറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? ആ ഒരു സമയത്ത് ഞാനുണ്ടായിരുന്നു അവിടെ. ആ ഒരു സമയത്തിനിടെ പേഷ്യൻസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും ഈ വെന്റിലേറ്ററിൻ്റെ സഹായത്തിലുള്ളതും മെഡിസിൻ കയറിക്കൊണ്ടിരുന്നവരും മോണിറ്റർ കൊണ്ടിരുന്ന ഈ ട്യൂബും എല്ലാം ഇട്ടിരുന്ന ആളുകളെല്ലാവരും എന്ത് ചെയ്യണം എന്നുള്ള ഒരു പരിഭ്രാന്തിയോടുകൂടി തന്നെയാണ് നമ്മൾ ആ ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം മരണപ്പെട്ടു. വെന്റിലേറ്റർ സഹായത്തോടെ ജീവൻ നിലനിർത്തിയ ആളാണ്. കൃത്യമായ സൗകര്യങ്ങളോട് കൂടി തന്നെയാണോ, മതിയായ സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞത്? നമ്മൾ കൂടെ ഉണ്ടായിരുന്ന പേഷ്യൻസിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പുറത്തേക്ക് ഓടി വന്ന ശേഷം പിന്നെ തീ പടരുകയാണെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലേക്ക് ഈ അപകടം മാറരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് എല്ലാവരും തന്നെ ഉള്ളിലേക്ക് കയറി പേഷ്യൻസിനെ എല്ലാം ഈ വെന്റിലേറ്ററിൻ്റെ വയറും ട്യൂബുകളും എല്ലാം വിച്ഛേദിച്ചു തള്ളി ബെഡടക്കം പുറത്തേക്ക് പോർച്ചിലേക്ക് വരികയാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം പരിശോധനയിലൂടെ മരണം സ്ഥിരീകരിച്ചതായിട്ട് ആ ഒരു സ്ഥലത്ത് ഈ കാഷ്വാലിറ്റി കെട്ടിടത്തുനിന്ന് പുറത്തേക്ക് ഇറക്കി ICUവിലേക്ക് എത്തിക്കാൻ പറ്റിയിരുന്നോ? ഇല്ല, അതിനു മുമ്പേ ഏതാണ്ട് മരണപ്പെടുകയുണ്ടായിരുന്നു. ഡോക്ടർമാരെന്താ പറഞ്ഞ ആ സമയത്ത്? എന്ത് ചെയ്യാൻ, ആ ഒരു സാഹചര്യം അങ്ങനെയുള്ളതായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതായത് ഈ രോഗികളെ ഇപ്പോൾ ഗോപാലനെ അടക്കം പുറത്തേക്ക് ഇറക്കുന്നതിന് അവിടെ കൃത്യമായി ഡോക്ടർമാരുടെയോ നഴ്സുമാരുടെയോ ജീവനക്കാരുടെയോ ഇടപെടലുണ്ടായിരുന്നു ആ സമയത്ത്? ആദ്യം ഈ പറഞ്ഞ പോലെ ഒരുപാട് പേഷ്യൻസ് ഉള്ള സ്ഥിതിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത്, എവിടെയും എത്തിച്ചേരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഏത് പേഷ്യൻറ്റിനെ ആദ്യം നമ്മൾ കെയർ ചെയ്യുന്നുള്ള ഒരു പ്രയാസത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും പുറത്തേക്ക് എത്തുക എന്നതായിരുന്നു അല്ലേ? എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത്. അതിനാണ് കുറഞ്ഞതൊരു 300 പേരെങ്കിലും രോഗികൾ ചികിത്സയിൽ ഉണ്ടാകുന്ന ബ്ലോക്കാണ് അത്. അവിടെ എങ്ങനെ ഉണ്ടാകുമ്പോൾ അതെ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും അവർ എത്രത്തോളം പറ്റിയെന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. വലിയൊരു വീഴ്ചയാണ് ഉണ്ടായത്, വീഴ്ചയാണെന്ന് പറയാൻ ഇപ്പം സാഹചര്യങ്ങളല്ലേ. ഈ വയനാട് മേപ്പാടി സ്വദേശിയായ ഒരു നസീറ എന്ന് പറഞ്ഞ സ്ത്രീ 44 വയസ്സുകാരി മരിച്ചു. വെന്റിലേറ്ററിൽ തന്നെയായിരുന്നു. അവരെ പുറത്തിറക്കി ICUവിലേക്ക് എത്തിച്ചുവെങ്കിലും മരിച്ചു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. നിങ്ങളെ പക്ഷേ പുറത്തേക്ക് എത്തിക്കാനേ പറ്റുള്ളൂ. പുറത്തെത്തി ഏതാണ്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ ആള് മരണപ്പെട്ടതായിട്ടാണ്. എത്ര സമയം കൊണ്ട് പുറത്തേക്ക് ഇറക്കാൻ പറ്റിയിരുന്നു? ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? അതെ, ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയായിരുന്നു നമ്മുടെ ഈ അത്യാഹിത വിഭാഗം, എമർജൻസി. അവിടെ നിന്നാണ് നമ്മൾ പുറത്തേക്ക് വരേണ്ടായിരുന്നത്. ആ ഒരു ഫ്ലോറിൽ തന്നെയായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്. നിങ്ങൾ നിലവിൽ പോലീസിൽ പരാതി കൊടുത്തോ? പരാതിയൊന്നും പെട്ടിട്ടില്ല. നമുക്കെന്താ അതിനെക്കുറിച്ചുള്ള പ്രൊസീജിയേഴ്സ് എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊന്നും നമുക്ക് അതിനെക്കുറിച്ച് അറിയുന്നില്ല ഈ ഒരവസ്ഥയിൽ. ശരി രാഹുൽ, എന്തായാലും മരിച്ച ഒരാളുടെ ബന്ധുവിന്റെ പ്രതികരണമാണ്. അവരും സത്യത്തിലൊരു അവ്യക്തമായ ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഇങ്ങനെ അവിടെയുള്ള ആളുകളോട് തന്നെ അവർ ചോദിക്കുകയാണ്, ആളുകളോട് മറ്റാളുകളോടൊക്കെ തിരക്കുകയാണ്. അവർക്കൊരു വ്യക്തതയില്ല.